തുടരെയുണ്ടാകുന്ന വന്യജീവി അക്രമത്തിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. അക്രമത്തിൽ മനുഷ്യജീവൻ പൊലിയുമ്പോഴും ഒരു നടപടിയും എടുക്കാൻ വനംവകുപ്പിനാകുന്നില്ല. സർക്കാരിനെതിരെ പരസ്യമായി ക്രൈസ്തവ സഭകളടക്കം അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ മറുപടിയില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് അധികൃതർ. വനംവകുപ്പിനും മന്ത്രിക്കുമെതിരെ കടുത്ത അതൃപ്തിയാണ് മുന്നണിക്കുള്ളിൽ തന്നെ ഉള്ളത്. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കാനിരിക്കുമ്പോഴും അതിൽ ഇതുവരെ എടുത്ത നടപടികളുടെ അവലോകനം എന്ന് പറയുന്നുണ്ട്. അതെന്താണ് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ സർക്കാരിന് തന്നെ വ്യക്തതയില്ലാത്ത സാഹചര്യം. കാരണം ഇതുവരെ എന്ത് നടപടികൾ എടുത്തു എന്ന് ചോദിച്ചാൽ ആ നടപടികൾക്ക് അതിൻ്റെ ഗുണഭോക്താക്കളാരും അങ്ങനെ നടപടികളൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ പുറത്തു നിന്നും അകത്തു നിന്നും വലിയ തോതിൽ അതൃപ്തി ഉയരുന്നുണ്ട് വനമന്ത്രിക്കെതിരെയും. വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ഇത്തരത്തിലുള്ള യോഗങ്ങളെ പ്രഹസനമായി തന്നെയാണ് ഈ ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ കാണുന്നത്. കാരണം പലതരത്തിലുള്ള യോഗങ്ങൾ ചേരുന്നു. അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ചേരുന്നു, മന്ത്രിമാരുടെ സാന്നിധ്യം ചേരുന്നു, പ്രാദേശിക തലത്തിലൊക്കെ തന്നെ ഈ യോഗങ്ങൾ കൃത്യമായി ചേരുന്നു. അതിൽ കുറേ തീരുമാനങ്ങൾ എടുക്കുന്നു. തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിലേക്ക് അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല. നമുക്കറിയാം, നേരത്തെ വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ഈ മനുഷ്യ മൃഗ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലായിടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്ക് കൂട്ടത്തോടെ കാട്ടാനകളടക്കം ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ പ്രാണഭയത്തോടെ ജീവിക്കേണ്ട ഒരവസ്ഥ. അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു ആശങ്കയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഏറ്റവും വലിയ ആറളത്ത് കണ്ടതാണ്. അങ്ങനെ എല്ലായിടങ്ങളിലും വന്യമൃഗശല്യം അതിരൂക്ഷമായി വരുമ്പോൾ ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കാണുന്നില്ല. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ട സംരക്ഷണം നൽകുന്നില്ല. എന്തെങ്കിലും അത്യാഹിതമുണ്ടായാൽ അതിന് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ എല്ലാ തരത്തിലും പൂർണ്ണമായുള്ള പരാജയത്തിലേക്ക് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനം പാളുകയാണ്. അത് വനം വകുപ്പിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ്. വനമന്ത്രി രാജിവെക്കണമെന്നടക്കമുള്ള വലിയ ആവശ്യങ്ങൾ ക്രൈസ്തവ സഭകളടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള യോഗങ്ങൾ ചേരുന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഇടപെടലും അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിക്കുന്നില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല. ഇത് ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തേക്ക് മുന്നണിക്കുള്ളിലും കടുത്ത അതൃപ്തി ഈ വിഷയത്തിൽ നിലനിൽക്കുകയാണ്. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് വനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ തന്നെയാണ്. കൃത്യമായ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ ഇടപെടുന്നില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ മുന്നണിക്കുള്ളിലും പലതവണ പറഞ്ഞതാണ്. പക്ഷെ അതും തന്നെ ഒരു തരത്തിലുള്ള തിരുത്തലിനും മന്ത്രി തയ്യാറാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം. വീണ, ഓക്കെ, ശരി അരുൺ.